നമസ്കാരം ഗൈസ്. രണ്ട് ക്വറി ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ചോദിച്ചത് ഈ നമ്മുടെ എവിക്ഷൻ ഉണ്ടല്ലോ, അതായത് വീക്കെൻഡ് എപ്പിസോഡ് ഒരു ദിവസം തന്നെയാണോ എടുക്കണേന്നാണ് ചോദിച്ചത്. ഓഫ് കോഴ്സ് ഫ്രൈഡേ ആണ് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് എടുക്കുന്നത്. ഫ്രൈഡേ കാലത്തുള്ളത് സൺഡേയിലേക്ക് സാറ്റർഡേയിലേക്കുള്ള എപ്പിസോഡും ഫ്രൈഡേ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എപ്പിസോഡ് സൺഡേയിലേക്കുള്ളതാണ്. ബട്ട് നമുക്ക് ഇവിടെ രണ്ടായിട്ട് കാണുന്നു എന്നുള്ളതിലും അവിടെ ഒറ്റ ദിവസമാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്നതും എവിക്ഷൻ നടക്കുന്നതും. ലാലേട്ടൻ പറയുന്നത് അടുത്ത് നമുക്ക് പിറ്റേ ദിവസം സംസാരിക്കാന്ന് പറയുന്നത്, നമ്മളിവിടെ പിറ്റേ ദിവസം കാണുന്ന സംഭവം അവിടെ ഒരു ഡേ തന്നെ സെക്കൻഡ് ആഫ്റ്റർ ലഞ്ചാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇന്നലത്തെ ലക്ഷ്മി റോസ്റ്റ്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അവിടെ ഉള്ളവർക്ക് ആർക്കും കലങ്ങിയിട്ടില്ല. രണ്ട്, നമ്മൾ മച്ച് വെയിറ്റഡ് ഒരു വീക്കെൻഡ് ആയിരുന്നു. ലാലേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്, ലാലേട്ടൻ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അവിടെ ലക്ഷ്മി നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു രീതിയിലും ലക്ഷ്മിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അവിടെ വന്നത്. കാരണം അവിടെ നമ്മുടെ അക്ബറിന്റെ മദർ ഇന്ന് കാലത്ത് ഒരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരുമായിട്ട് അധികം കൂട്ടുകൂടണ്ട, പല കമന്റ്സും ഉണ്ടായിരുന്നു. അക്ബർ അവിടെ മുക്കിയതാണ് എന്നുള്ളത്. ആക്ച്വലി എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു ഡൗട്ടായി. ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടുണ്ടല്ലോ, പിന്നെ അതിന്റെ ക്ലാരിറ്റി ഇല്ല. പിന്നെ അതിനെപ്പറ്റി എനിക്ക് അത്രയും ഉറപ്പായിട്ട് യെസ് എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവം എന്റെ കയ്യിൽ ഇല്ല. കാരണം ഞാൻ അത് വിട്ടുപോകുകയോ വേറെ ആരൊക്കെയോ പറഞ്ഞാണ് ഈ ഒരു സംഭവം ഞാൻ കേട്ടത്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവിടെ പറയുന്നുണ്ട് ആരുമായിട്ട് അധികം കൂട്ടുകൂടുണ്ട്, അതായത് ഗെയിം കളിക്കാൻ പോയി ഗെയിം കളിച്ചു വരാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഈവൻ എനിക്ക് തോന്നുന്നു അക്ബർ അടക്കം അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഈ ലക്ഷ്മിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ ആൻഡ് സേ ആണ്. ഹിയർ ആൻഡ് സേ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ കഥ പറഞ്ഞ മാതിരി തന്നെ ത്രയംബകനും മറ്റേ പൂക്കാരിയുമായിട്ടുള്ള കണ്ടു. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്ത്രീയുടെ പേര് പറയാൻ അറിയത്തില്ല, പേര് ഞാൻ മറന്നു. പൂക്കാരിയുടെ സ്റ്റോറി പറഞ്ഞ മാതിരി വലിയൊരു സ്റ്റോറി കട്ട് ഷോട്ട് ചെയ്ത് അവസാനം നെവിന്റെ കയ്യിൽ നിന്നപ്പോ മരിച്ചുപോയ ആൾക്ക് കുട്ടി ഉണ്ടായി. അനീഷ് മരിച്ചുപോയ ആളെ ജീവിപ്പിച്ചു, ജീവനോടിരുന്ന ആ സ്ത്രീയെ മരിച്ച ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ലക്ഷ്മി പറയുന്നത് കേട്ടറിവാണ്. കേട്ടറിവ് പറയാൻ പാടില്ല, സ്റ്റബേണായിട്ട് കേട്ടറിവ് പറയാൻ പാടില്ല എന്നുള്ള ഒരു ബേസിക് നോളേജ് പോലും ആൾക്കും ഇല്ല. ആൻഡ് ലക്ഷ്മി പറയുന്ന ഒരു പോയിന്റ്, 4 വയസ്സുള്ള ലക്ഷ്മിയുടെ മോൻ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആയാലോ എന്നുള്ളതാണ്. എന്ത് പൊട്ടത്തരാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് താമസിക്കുന്നത് UK-ലാണ്. ആൻഡ് കുറച്ചും കൂടി ലോകപരിചയം, അതാണ് നമ്മൾ ലോകപരിചയവും വിവരവും ബോധവും ഹ്യൂമാനിറ്റിയും കോമൺ സെൻസും എല്ലാവരുടെ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അപ്പൊ 4 വയസ്സുള്ള കുട്ടി ഈ ഒരു സംഭവം കണ്ടിട്ട്, അതായത് ഒനിലിനെ പറ്റിയിട്ട് കാണാത്തത് പറയാ, അതിലെ നോറയെ പറ്റിയിട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അവരെ ഞാൻ വിശ്വാസമല്ല എല്ലാം. അപ്പൊ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട, നോ വറീസ്. പക്ഷെ 4 വയസ്സുള്ള പയ്യൻ മോനെ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുമോ എന്ന് ചോദിക്കുന്ന ലക്ഷ്മിയോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു സംഭവത്തിന് അവൻ ചിലപ്പോൾ പിന്നെയും ടേക്കപ്പ് ചെയ്യുമായിരിക്കും. കാരണം അവൻ വളർന്നു വരുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലോട്ടാണ്. ഈ ഒരു പാരന്റ് അക്ബർ പറയുന്നുണ്ട്, ലക്ഷ്മി മാറി എന്നാൽ തന്നെ പിള്ളേർ നന്നായിട്ട്, ആ കൊച്ചു നന്നായിട്ട് വളരും എന്നുള്ളത്. അപ്പം ആ 4 വയസ്സുള്ള പയ്യൻ ഈ ഒരു സംഭവം കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നേക്കാൾ കൂടുതൽ ലക്ഷ്മി പേടിക്കേണ്ടത് ലക്ഷ്മിയുടെ പാരന്റിങ് കണ്ട് ആ കുട്ടി മാറിപ്പോന്നുള്ള ഒരു പേടിയാണ് വേണ്ടത്.